റീസെൻ്റ്ലി എല്ലാവരും ചർച്ച ചെയ്തൊരു വിഷയമാണ് നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ പഴങ്കഞ്ഞി കഥ. അതൊന്ന് ആറി തണുത്ത് വന്നപ്പോഴത്തേനും മോൾ അതിലിച്ചിരി മണ്ണെണ്ണയും കൽക്കരിയൊക്കെ കൊടുത്ത് കത്തിച്ചിട്ടുണ്ടായിരുന്നു. നല്ല നല്ല വിവരമില്ലായ്മയാണ് പറയുന്നത് മുഴുവനും. അതൊക്കെ കണ്ടിട്ട് ആൾക്കാർ പ്രതികരിക്കുമ്പോൾ അത് അവരുടെ പേരും പറഞ്ഞ് പബ്ലിസിറ്റി കിട്ടാനാണെന്നുള്ളൊരു ന്യായവാദവും കൊണ്ടും വരുന്നുണ്ട്. കഷ്ടമാണ് കാര്യം. എന്തായാലും ഇത് അറിഞ്ഞ നാൾ മുതൽ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ടുള്ള പോയിന്റുകൾ എല്ലാവരും പറയുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇതിനെപ്പറ്റി പിന്നെ സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചത്. എന്തായാലും റീസെൻ്റ്ലി ദിയയുടെ വീഡിയോ വന്നതോടുകൂടി ഇതിനെപ്പറ്റി പറയണമെന്ന് ഭയങ്കരമായിട്ട് തോന്നി. സോ എന്തായാലും കൃഷ്ണകുമാറിൻ്റെയോ മകളുടെയോ ഒന്നും വീഡിയോ ഞാൻ ഇവിടെ എന്തായാലും കാണിക്കാൻ പോകുന്നില്ല. കാരണം അതിപ്പോൾ അറിയാത്തതും കാണാത്തതുമായിട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൃഷ്ണകുമാർ പറഞ്ഞതും ദിയ പറഞ്ഞതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കൃഷ്ണകുമാറിൻ്റെ വീഡിയോയിൽ പുള്ളി പറയുന്നത്, പുള്ളി വ്യക്തമാക്കുന്നത്, പുള്ളിയുടെ വീട്ടിൽ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്, പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനുമുണ്ട്. പക്ഷേ ആ പണിക്കാർ അത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്ത് കഴിയുമ്പോൾ അവർക്ക് ആ മണ്ണി കുഴി കുത്തി ഇലയിട്ട് കൊടുക്കുന്ന പഴങ്കഞ്ഞി കാണുമ്പോൾ കൊതി വരുന്നത് കാരണം കൊണ്ട് വീട്ടിൽ പോയി പാത്രത്തിലെടുത്ത് കഴിക്കും പഴങ്കഞ്ഞി എന്നുള്ളതാണ് പുള്ളി പറഞ്ഞ കാര്യം. പക്ഷെ മോള് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ വീട്ടിൽ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് പാത്രങ്ങൾ പോലും എടുക്കാനില്ല. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പറമ്പിൽ പണിയെടുക്കുന്ന ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ടോ എന്നുള്ള ആ വിഷമം കാരണം കൊണ്ട് അച്ഛൻ്റെ അമ്മ 10-30-50 ആളുകൾക്ക് വിളിച്ച് മണ്ണിൽ കുഴികുത്തി പഴങ്കഞ്ഞി കൊടുത്തതാണ് എന്നാണ്. അല്ലാതെ പാത്രമില്ലാത്തത് കൊണ്ടാണ് കൊടുത്തതെന്നൊക്കെയായി ദിയയുടെ ഭാഗം. പുള്ളിക്കാരി തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ അതോ പുള്ളിക്കാരി ചരിത്രം തിരുത്തി കുറിക്കാൻ ശ്രമിക്കുന്നതാണോ എന്നറിയത്തില്ല. എന്തായാലും അത് അവരുടെയൊക്കെ ഒരു ട്രഡീഷനായിട്ട് വരെ മാറ്റിയിട്ടുണ്ട്. എന്തായാലും പുള്ളിക്കാരി അത് വന്ന് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ പറയാൻ കാണിച്ചൊരു മനോഭാവവും ഭയങ്കരം തന്നെയാണ്. എന്തായാലും നമുക്ക് ആദ്യത്തെ കൃഷ്ണകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് തന്നെ വരാം. ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിയുടെ കൊതിയുടെ കാര്യം പറഞ്ഞാൽ അത് ഭയങ്കരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ പുള്ളിയുടെ വീട്ടിൽ രാവിലെ മുതൽ ഒരു കട്ടൻ ചായ കുടിച്ച് പണിയെടുത്ത ആളുകൾക്ക് 11 മണിയാവുമ്പോൾ കൊടുക്കുന്ന ആ പഴങ്കഞ്ഞി, അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് കിട്ടിയില്ല, അവർ വീണു പോവും. അത്രയും വിശന്ന് ചത്തുകുത്തിയായിരിക്കും അവർ ആ ഫുഡ് കഴിക്കുന്നത്. അവർക്ക് അങ്ങനെ കൊടുത്താലെന്നല്ല, അവർക്ക് എങ്ങനെ കൊടുത്താലും അവരത് കഴിക്കും. കാരണം അവർക്ക് ഭക്ഷണം വേണം. അവരുടെ വീട്ടിൽ അതിനുള്ള ഭക്ഷണവും കാര്യങ്ങളും വാങ്ങാനുള്ള കാശും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പം അത്രയും സാമ്പത്തികമായി പുറകോട്ടുള്ള ആളുകളാണ് അവർ. അതുകൊണ്ടാണ് അവർ അങ്ങനെ കൊടുത്തിട്ട് പോലും അവരത് കഴിക്കുന്നത്. അവർ കഴിക്കുന്ന ആ ഭക്ഷണത്തിനോടുള്ള അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴേ നമുക്ക് ചിലപ്പോൾ വെള്ളം വരുമായിരിക്കും. കുഴപ്പമൊന്നുമില്ല കുഞ്ഞിലെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതിലൊക്കെ. പക്ഷെ ഇത്രയും പ്രായമായിട്ടും അതൊരു തെറ്റായിരുന്നു എന്ന്, അതൊരു നീചത്വമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാതെ അതിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നിടത്താണ് പുള്ളിയുടെ പ്രശ്നം. പുള്ളി ഇന്നും അതൊരു അനീതിയാണ് ഞാനത് കണ്ടതെന്നും ഞാൻ അതിനെ ഒരുപാട് ആകൃഷ്ടനായതിൽ ഇന്നെനിക്ക് തെറ്റ് തോന്നുന്നുണ്ടെന്നോ പുള്ളി പറഞ്ഞില്ല. അതിലാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. പിന്നെ ദിയ പറഞ്ഞ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞ മുഴുവനും റോങ് ആണ്. അതിലൊന്നൊന്നും പറയാനില്ല, എല്ലാം റോങ് ആണ്. എക്സ്പെഷ്യലി പുള്ളിക്കാരി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് ഏറ്റവും ഫണ്ണി ആയിട്ട് തോന്നിയത്, പണിക്കാർ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് കുഴി കുത്തി പഴങ്കഞ്ഞി കൊടുത്തു. ഈ പഴങ്കഞ്ഞി ആകണം എന്നുണ്ടെങ്കിൽ ചോറ് വെച്ച് അന്ന് വെച്ചിട്ട് അത് അടുത്ത ദിവസം ആകുമ്പോഴേ അത് പഴങ്കഞ്ഞി ആകത്തുള്ളൂ. അപ്പം ഇന്നലെ വിചാരിച്ചിട്ടുണ്ടാവും അച്ഛൻ അമ്മ ചോറ് ആക്കി വെച്ചേക്കാം, നാളെ അവർക്ക് പഴങ്കഞ്ഞി കൊടുക്കണം എന്ന്. ചോറായിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ, പഴങ്കഞ്ഞി കൊടുത്താലല്ലേ അവർക്ക് പറ്റത്തുള്ളൂ എന്നുള്ളതായിരുന്നു. എനിക്ക് ഇത്രയൊക്കെ ഇവരുടെ കാര്യത്തിൽ പറയാനുള്ളൂ. ഇങ്ങനത്തെ ശുദ്ധ വിഡ്ഢിത്തരം വന്ന് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വന്ന് പറയുമ്പോൾ അവരോട് പ്രതികരിക്കരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരവകാശവും ഇല്ല. കൃഷ്ണകുമാറിനെ കൂടിപ്പോയാൽ 55 വയസ്സേ ഉണ്ടാവുള്ളൂ. എൻ്റെ അമ്മയ്ക്ക് അതിലും പ്രായമുണ്ട്. ഞാൻ എൻ്റെ അമ്മയെ വിളിച്ച് ചോദിച്ചായിരുന്നു, അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതും നടന്നിട്ടുള്ളതായിട്ട് അമ്മയ്ക്ക് അറിയാമെന്ന്. അമ്മ പറഞ്ഞു, ഒരിക്കലും ഇല്ലടി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് എൻ്റെ അമ്മ പറഞ്ഞു. ഈ പറയുന്നതൊക്കെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളെ അറിയാവുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഈ 80കളെന്ന് പറയുമ്പോൾ അങ്ങ് ഒരുപാട് വർഷം പുറകിലൊന്നും അല്ല. ദിയ പറഞ്ഞത് 80കളിൽ നിന്നാണേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പം ഇതിനെയൊക്കെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ആൾക്കാരില്ലെന്നും ഇതൊന്നും അറിയാത്തവരാണ് ഈ കേരള സമൂഹമെന്നും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളെ ഇതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുകയും നിങ്ങൾ പറഞ്ഞ ഈ മണ്ടത്തരത്തിനെ എല്ലാവരും ട്രോളുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളെ കൊണ്ട് പബ്ലിസിറ്റി ഉണ്ടാക്കാനാണെന്ന് വിചാരിക്കുന്നത്
നിങ്ങളുടെ വിഡ്ഢിത്തരമാണ്. ഇനിയിപ്പോൾ എൻ്റെ ലൈഫിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് പറയാം. എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. എൻ്റെ ലൈഫിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാനുള്ളത്, ഞാൻ ചെറുതായിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരുന്ന ആൾക്കാർ, കുഞ്ഞായിരിക്കുന്ന സമയത്തെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ അടുക്കളയുടെ വശത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ ചെന്നിട്ട് കഴിക്കുന്നത് എന്താണെന്നൊക്കെ ചെന്ന് നോക്കുകയും ഫുഡ് വാങ്ങുകയും ഒക്കെ ഇങ്ങനെ ചെയ്യും. അപ്പം പറയും, മോളെ അവിടെ പോ, അപ്പുറത്ത് അമ്മ തരും, മോൾ അപ്പുറത്ത് പോയി കഴിക്കുമെന്ന് പറയും. അപ്പം ഞാൻ പറയും, എനിക്ക് താന്ന് പറയും. അപ്പം പറയും, മോളെ ദേ ഇവ കൊച്ചിന് വിശക്കുന്നു, ദേ അവൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയോട് പറയും. അപ്പം എന്തേ വാ ഫുഡ് തരാമെന്ന് പറയും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊന്നെങ്കിൽ ഞങ്ങൾ മേശപ്പുറത്തിരുന്നായിരിക്കും കഴിക്കുന്നത്. ഞങ്ങൾക്ക് പിന്നെ ഈ ഡൈനിങ് ഹാൾ സിസ്റ്റം ഭയങ്കര കുറവാണ്. ഞാൻ സോഫയിലിരുന്നോ അല്ലെങ്കിൽ TV റൂമിലിരുന്നോ അങ്ങനെ വല്ലതും ആയിരിക്കും കഴിക്കുന്നത്. പക്ഷേ എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമ്മയൊക്കെ എപ്പോഴും അടുക്കള വശത്ത് വർക്ക് ഏരിയയിലിരുന്നാണ് കഴിക്കുന്നത്. ഒരു കൊരണ്ടി ഉണ്ടാവും, അവിടെ ഇരുന്നാണ് കഴിക്കുന്നത്. ചെറുതായിരുന്നപ്പോൾ ഞാൻ അവരൊരിക്കലും അതിനെ എന്താ പറയുക, അതിനെ ഒരു രീതിയിലും തെറ്റായി കാണുകയോ അല്ലെ അവർക്ക് അതിലൊരു ബുദ്ധിമുട്ടുള്ളതായിട്ടോ കുഞ്ഞിലേമോ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ കുറച്ച് വലുതായപ്പം ഞാനതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഞാൻ എന്താ നമുക്ക് ഇവിടെ ഇരുത്തി കൊടുത്താൽ എന്നൊക്കെ ഞാനിങ്ങനെ ചെറുതായിട്ട് ചോദിക്കാനൊക്കെ തുടങ്ങി. ബിക്കോസ് എനിക്ക് അന്നേ അതെന്താ അവരവിടെ ഇരിക്കുന്നത്, അതുപോലെ എന്തെങ്കിലും ഒന്ന് ക്ഷീണം വന്നു കഴിഞ്ഞാൽ വർക്ക് ഏരിയയിൽ തറയിലിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കസേരയിലിരിക്കാത്തത്? ഇതൊക്കെ എനിക്കൊരു ചോദ്യമായിട്ട് മാറാൻ തുടങ്ങി. കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അതിനെ എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. ഐ തിങ്ക് ഞാനൊരു +1 +2 പഠിക്കുന്ന സമയത്ത് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി, അമ്മ എന്തിനാ അമ്മ അങ്ങനെ സെപ്പറേറ്റ് ഗ്ലാസ് സെപ്പറേറ്റ് പാത്രമൊക്കെ അങ്ങനെ വെക്കുന്നത്, നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യം എന്താ? എൻ്റെ വീട്ടിൽ നിലനിന്നിരുന്ന ഒരു കാര്യം തന്നെയാണിത്, ഈ ഒരു ഡിഫറൻസിയേഷൻ. ഐ എം റിയലി സാഡ് ടു സേ ദാറ്റ് ഇന്നും അതൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് പറയുമ്പോൾ. പക്ഷേ ഇന്ന് കുറച്ചുകൂടെ സട്ടിലായിട്ടാണ്, അന്ന് കുറച്ചുകൂടെ എക്സ്പ്ലിസിറ്റ് ആയിട്ടാണ് ഇതൊക്കെ നടന്നിരുന്നത് എൻ്റെ ചെറിയ കാലത്ത്. പിന്നെ ഞാൻ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറയും, അമ്മേ കസേര ഇട്ട് കൊടുക്കുമെന്ന് ഞാൻ പറയും. ഞാൻ കോളേജിലൊക്കെ വന്നിട്ട് തിരിച്ച് വന്ന് എന്നെ കാണാനൊക്കെ അങ്ങനെ വലിയ കാര്യവും സ്നേഹവും ഒക്കെ അവരാരും ഇതിനെ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ നമ്മളതിനെ മുതലെടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറയും, കസേര വന്ന് ഇവിടെ കസേരയിൽ ഇല്ല മോളെ, ഞാൻ ഇവിടെ ഇരുന്നോളാം, ഇല്ല കസേരയിൽ ഇരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുത്താൻ തുടങ്ങി. പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇതൊക്കെ നിലനിന്ന് പോകുന്നത് നമുക്ക് മാറ്റുന്നതിന് ഒരുപാട് പരിധി ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ എനിക്കത് ചേഞ്ച് ചെയ്യുന്നതിന് ഒരുപാട് പരിധി ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അന്ന് ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്, എനിക്ക് എൻ്റെ വീട്ടിലെ രീതികളും കാര്യങ്ങളും മാറ്റുന്നതിന് എനിക്ക് ഒരുപാട് പരിധി ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ പക്ഷെ കുറേ ചേഞ്ച് ആയിട്ടുണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ അതൊന്നും പോരാ. ആ ഇക്വാളിറ്റി അവിടെ ഇനി ഒരുപാട് വരാനുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ആൾക്കാർ അവിടെയുള്ള ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർ കുറച്ചുകൂടി ഡിമാൻഡ് ചെയ്യുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അവരിതിന് മുന്നേ ഡിമാൻഡ് ചെയ്യണമായിരുന്നു എന്ന്. പക്ഷേ അവരുടെ പ്രശ്നമല്ല ഇത് നമ്മളുടെ ഒരു കൾച്ചറിൻ്റെ സോഷ്യോ എക്കണോമിക് സ്റ്റീരിയോടൈപ്പിസത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ്, ഒരു പ്രശ്നമാണ്. ഇപ്പം ഞാൻ അതിനെ എന്തിനാ അമ്മ അങ്ങനെ ചെയ്യുന്നേ, അല്ലെങ്കിൽ എന്തിനാ അത്രയും പ്രായമായിട്ടും അവരെ ഞാൻ പേര് വിളിക്കുന്നേ, അത് ഞാൻ പേരല്ലല്ലോ വിളിക്കേണ്ടത് എന്നുള്ള ആ ബോധം എനിക്ക് വരാനെടുത്ത സമയമുണ്ട്. ഐ മീൻ എനിക്കൊരു 16 ഇയേഴ്സ് ആയപ്പോഴാണ് ഞാൻ അങ്ങനെയൊക്കെ കാര്യങ്ങളെ ചിന്തിക്കാൻ തുടങ്ങിയത്. അന്ന് ഞാൻ തീരുമാനം എടുത്തൊരു കാര്യമാണ്, എങ്ങനെ എൻ്റെ വീട്ടുകാരെ അതുപോലെ ഇതൊക്കെ മനസ്സിലാക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ജോലി ചെയ്യുന്ന സമയം. അപ്പോൾ ഞാനന്ന് എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, അമ്മ ഞാനൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, ഓക്കെ, ഞാൻ അവിടുത്തെ ഒരു എംപ്ലോയി ആണ്. പക്ഷേ എനിക്ക് എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫാണെന്നുള്ള എല്ലാ പരിഗണനയും എനിക്ക് കിട്ടേണ്ടതായ എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടുന്നുണ്ട്. സെയിം തിങ് ആണ് നമ്മുടെ വീട്ടിലൊരാൾ ജോലി ചെയ്യാൻ വന്നാൽ ദേ ആർ ഓൾസോ വർക്കിംഗ് ഫോർ അസ്, ഓക്കെ, കൺസിഡർ ആസ് എ കമ്പനി. ഇപ്പം എൻ്റെ കമ്പനി എനിക്ക് ഇൻഷുറൻസ് തരാതെ, എനിക്ക് വേണ്ട ആനുകൂല്യങ്ങൾ PF കാര്യങ്ങളൊന്നും തരാതെ എന്നെ അടിമ പണി എടുപ്പിച്ചാൽ ഞാൻ എങ്ങനെയായിരിക്കും എനിക്ക് ഫീൽ ചെയ്യുക? ഓക്കെ, എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതായിട്ടായിരിക്കും എനിക്ക് ഫീൽ ചെയ്യുക. അങ്ങനെ നമ്മൾ ഒരു കമ്പനിയായിട്ട് നമ്മളെ കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ ഇവിടെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വരുന്നത്, അതായത് നമുക്ക് പറ്റാത്തൊരു ജോലി ചെയ്യാനായിട്ടാണ് ഒരു ആളെ നമ്മൾ വരുത്തുന്നത്. സോ ദേ ആർ വർക്കിംഗ് ഫോർ അസ്. നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ചില റെസ്പെക്റ്റ് ഉണ്ട്,
ചില മാനദണ്ഡങ്ങൾ എങ്ങനെയാണോ അത് പറയേണ്ടതെന്ന് അറിയത്തില്ല. ബേസിക്കലി റെസ്പെക്റ്റ് ഉണ്ട്, അവരെ മാനിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു തിങ് വരുമ്പോൾ തന്നെ അവിടെ കുറേ ഇക്വാളിറ്റി നമുക്ക് കിട്ടാൻ തുടങ്ങും. ഇത് എൻ്റെ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചതാണ്. ഐ ഡോണ്ട് നോ വെദർ ദിസ് ഇസ് കറക്റ്റ് ഓർ നോട്ട്. ഏത് ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ട്, ആ ജോലി ചെയ്യുന്നവർക്കും അവരുടേതായ മാന്യതയുണ്ട് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എനിക്ക് സങ്കടം തോന്നിയത് കൃഷ്ണകുമാർ അത് പറഞ്ഞതിൽ സങ്കടമില്ല. അവരൊക്കെ കണ്ട് വളർന്നത് അതായിരിക്കാം. അവരുടെ ഒരു മെജോറിറ്റി ഓഫ് ഏജിൽ അവർ കണ്ട് വളർന്ന് പ്രാക്ടീസ് ചെയ്ത കാര്യം അതായിരിക്കാം. പക്ഷെ ദിയെ പോലെ ഒരു വ്യക്തി അതിനെ ന്യായീകരിക്കുമ്പോൾ ദേ ആർ ദ നെക്സ്റ്റ് ജനറേഷൻ. അവരതൊരിക്കലും ഫോളോ ചെയ്യുകയോ അവരതിനെ റൊമാൻറ്റിസൈസ് ചെയ്യുകയോ ചെയ്യുന്നത് കാണുമ്പോൾ ഐ ഫീൽ പിറ്റി. ബിക്കോസ് അത് നമ്മുടെ നെക്സ്റ്റ് തലമുറയും ഇതേ രീതിയിൽ തന്നെ ഇതേ ഇൻഇക്വാളിറ്റി എല്ലാം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതിൻ്റെ ഒരു പേടിപ്പെടുത്തുന്ന കാര്യം, ഒരു റിയലൈസേഷനാണത്. നമ്മുടെ അപ്പനോ അമ്മയോ നമ്മുടെ മുത്തശ്ശിയോ മുത്തശ്ശനോ അവരൊക്കെ എങ്ങനെയൊക്കെ ആൾക്കാരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. എൻ്റെ വീട്ടിലും ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ഒരാളെ അങ്ങനെ ട്രീറ്റ് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനമാണ് ഞാൻ അതിൽ നിന്ന് എടുത്തത്. അവർ നമ്മളെപ്പോലൊരു വ്യക്തിയാണ്, അവർക്ക് ഒരു രീതിയിലുള്ള കുറവുകളോ കാര്യങ്ങളോ ഇല്ല എന്നുള്ള ആ ഒരു റിയലൈസേഷനും അതുവഴി അത് എൻ്റെ ലൈഫിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എടുത്തൊരു തീരുമാനം. അതാണിപ്പോൾ ഓരോരുത്തരും എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. അങ്ങനെ എടുത്താൽ നമുക്ക് ഗ്രാജുവലി ആ ഇക്വാലിറ്റി കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്ലീസ് ഡു കമൻറ്റ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ഈ ഒരു വിഷയത്തെ പറ്റി. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.